ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ശബ്ദത്തിന്റെ പ്രഭാതത്തിൽ നമുക്ക് തിരുവചന സത്യങ്ങൾ കേൾക്കുന്നതിന് സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ധ്യാന വിഷയം ഫിലിപ്പിയിലെ കാരാഗൃഹ പ്രമാണി, അദ്ദേഹത്തിന്റെ മാനസാന്തരത്തെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പസ്തല പ്രവൃത്തി 16-ാം അധ്യായം 26-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞ് വീണു. ഇങ്ങനെയാണ് അപ്പസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. പ്രിയമക്കളെ, അപ്പസ്തലന്മാർ ലോകത്തെ കീഴ്മേൽ മറിച്ചവരാണെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ അത്രയധികം ശക്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അപ്പസ്തലനായ പൗലോസ് തന്റെ 2ാം മിഷണറി യാത്രയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരനുഭവം ഈ കാരാഗൃഹ പ്രമാണിയുടെ മാനസാന്തരമായിരുന്നു. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അപ്പസ്തലനായ പൗലോസിന്റെ ഈ 2ാം മിഷണറി യാത്രയിൽ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ മാനസാന്തരപ്പെടുന്നു. രക്താംബരം വിൽക്കുന്നവളായി വിശുദ്ധ ശബ്ദത്തിൽ ദൈവവചനം കേൾക്കുവാൻ, തന്റെ ഹൃദയം തുറന്ന് ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാൻ ഇടയായി അവളും കുടുംബവും സ്നാനപ്പെടുന്നത് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ വീണ്ടും അപ്പോസ്തലന്മാര് ഫിലിപ്പിയിൽ പ്രവർത്തന നിരതരാകുമ്പോൾ, എന്നും അവര് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങി തിരിക്കുമ്പോൾ, ഒരു വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് എപ്പോഴും യജമാനന്മാർക്ക് ലാഭം വരുത്തിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. എല്ലാ ദിവസവും അപ്പസ്തലനായ പൗലോസ് ശീലാസും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി പറയും, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണ്, രക്ഷാമാർഗം അറിയിക്കുന്നവരാണെന്നൊക്കെ പറയും. കുറെ ദിവസങ്ങൾ ഇത് കേട്ട് അപ്പസ്തലനായ പൗലോസ് ഇത് ഭൂതത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭൂതത്തെ അവളിൽ നിന്ന് പോകുവാൻ ശാസിക്കുകയും ഭൂതം അവളെ വിട്ടുപോകുകയും ചെയ്തു. അങ്ങനെ ആ ഭൂതഗ്രസ്തയായ ആ പെൺകുട്ടി ജീവനോട് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുവാൻ, മാനസാന്തരം ഉണ്ടായി ഇടയായി എന്നും നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രവൃത്തിയിൽ യജമാനന്മാര് ഒക്കെയും അരിശം കൊണ്ട് വളരെയധികം അപ്പസ്തലനായ പൗലോസിനെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ശീലാസിനെയും രണ്ടുപേരെയും പിടിച്ച് അധിപതികളുടെ മുമ്പിൽ കൊണ്ടുപോയി ചന്തസ്ഥലത്ത് വെച്ച് അവർക്ക് വിചാരണ നടത്തി അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന, അതായത് കോൽ കൊണ്ട് അടിച്ച് കാരാഗൃഹത്തിലാക്കുന്നത് കാണാൻ കഴിയും. അവരെ പ്രത്യേകമായി സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവരെ ഏറ്റവും ഉള്ളിലുള്ള കാരാഗൃഹത്തിലേക്ക് ആക്കി കാലൊക്കെ ആമത്തിലിട്ട് പൂട്ടി വളരെ സുരക്ഷിതമായി അവരെ കാത്തു സൂക്ഷിച്ചിരിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ഭയങ്കരമായ വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ ലൂബവിച്ചർ റബി എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ വ്യക്തി പറഞ്ഞു, എത്ര ഇരുട്ടായാൽ പോലും സൂര്യൻ എവിടെയോ പ്രകാശിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയില് സൂര്യൻ അസ്തമിച്ച് ഇരുളാകുമ്പോൾ ലോകത്തിന്റെ മറുവശത്ത് നല്ല പ്രകാശം പരത്തിക്കൊണ്ട് സൂര്യൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ മേഘാവൃതമായ ആകാശം മേഘാവൃതമാകുമ്പോൾ ആ സമയത്ത് വെളിച്ചം ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഈ മേഘത്തിനപ്പുറത്ത് സൂര്യനുണ്ട് എന്ന് കാണുവാൻ കഴിയും. അപ്പസ്തലനായ പൗലോസിനെയും ശീലാസിനെയും ഇങ്ങനെ കാരാഗൃഹത്തിൽ അടച്ച് ചങ്ങലയിൽ ബന്ധിച്ച് കിടക്കുന്ന ആ സമയത്ത് അർദ്ധരാത്രിയിൽ, പ്രിയ ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അർദ്ധരാത്രിയിൽ അവർ ആത്മാർത്ഥമായി സ്വർഗത്തിലെ ദൈവത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം. അവര്
അവരുടെ ആ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവരെ കാലൊക്കെ ആമത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ മേലാത്ത അവസ്ഥയിൽ ഇട്ടിട്ട് പോലും ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ അദ്ദേഹത്തിന് തോന്നി. മാത്രമല്ല അദ്ദേഹത്തിന് കൂടെയുള്ള ശീലാസിനും അങ്ങനെ തന്നെ ഇരുവരും പാടി പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹം കുലുങ്ങത്തക്കോണം ഏറ്റവും വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതായി നമുക്ക് കാണാം. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുകയും വാതിലുകളൊക്കെയും തുറന്ന് പോവുകയും ചെയ്തു. മാത്രമല്ല എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു എന്ന് നമുക്ക് കാണാം. ഈ സമയത്ത് കാരാഗൃഹ പ്രമാണി ഭയന്ന് ഭയങ്കരമായി വിറച്ചുകൊണ്ട് ഭയവിഹ്വലനായി അദ്ദേഹം ഓടി വേഗം കാരാഗൃഹത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ എല്ലാ വാതിലെല്ലാം തുറക്കുന്നത് കണ്ട് തുറന്ന് കിടക്കുന്ന കണ്ട് ചങ്ങലക്കാരെല്ലാം ഓടിപ്പോയി എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം വാളൂരി അദ്ദേഹത്തെ കൊല്ലുവാൻ, ആത്മഹത്യ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് പ്രേരണയുണ്ടായി. അപ്പോൾ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തലനായ പൗലോസ് അദ്ദേഹത്തെ അതിൽ നിന്നും വിലക്കുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെ നിനക്കൊരു ദോഷവും ചെയ്യരുത് എന്ന് പറയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുകൂലമായ ഒരു സ്വാഗതാർഹമായ വാക്ക് കാരാഗൃഹ പ്രമാണി ആദ്യം കേൾക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ ചോദിക്കുകയാണ്, വളരെ ഗൗരവത്തോടെ ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ അവർക്ക് മറുപടി കൊടുത്തത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള. അപ്പോൾ അദ്ദേഹം തനിക്കും തന്റെ കുടുംബത്തിന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട വചനം കേട്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതിനും അതുപോലെ തന്നെ അപ്പസ്തലനായ പൗലോസിനും ശീലാസിനും ഒക്കെയും അവർക്കൊക്കെയും വേണ്ടി നല്ല ശുശ്രൂഷ ചെയ്യുന്നതിനും തിരുവചനം പറയുന്നത്, പിൽക്കാലത്ത് പിന്നീട് അദ്ദേഹം സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുന്നതായിട്ടാണ്. മാനസാന്തരം മനുഷ്യനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നന്മയിലേക്ക്, രക്ഷയിലേക്ക് നയിക്കുന്നു എന്ന് കാണാം. ഇതൊക്കെയും ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, അപ്പസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ തന്റെ ജീവിതത്തിനുണ്ടായ മാറ്റം, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആ ജീവിതം, ഇതൊക്കെയും അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ളവരും ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ടാണ് അദ്ദേഹം പോയിടത്തൊക്കെയും തിരുവചനം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രസംഗിച്ചുകൊണ്ട് ലുദിയെയും അതുപോലെ ഭൂതം ബാധിച്ച ആ പെൺകുട്ടിയെ ഒക്കെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് കാരാഗൃഹ പ്രമാണിയെ പോലും രക്ഷപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന അത് കാഴ്ച കാണാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ സ്വർഗസ്ഥനായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ മനസ്സിലാക്കി മറ്റുള്ളവരും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ നമുക്കും പ്രവർത്തിക്കാം. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. സ്വർഗീയ പിതാവിന് മഹത്വം കരയറ്റിക്കൊണ്ട് ജീവിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവമക്കളായി ജീവിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അനുഗ്രഹയും അതുപോലെ തട്ടാരമ്പലത്തിലുള്ള പ്രതീക്ഷും അനന്യമോൾ റെജി കാസർഗോഡ്, ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കാരാഗൃഹ പ്രമാണി മാനസാന്തരപ്പെട്ടതുപോലെ അനേകര് മാനസാന്തരത്തിൽ എത്തുവാൻ നമുക്കും അപ്പസ്തലനായ പൗലോസ് ചെയ്തതുപോലെ നമ്മുടെ കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, തൃക്കരങ്ങളിലേക്ക് അടിയങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഇവിടെ പേര് പറയപ്പെട്ട പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ കർത്താവെ, അവരെ അടിയങ്ങളെ കർത്താവ് പ്രത്യേകം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബർത്ത്ഡേ
അനുഗ്രഹിക്കപ്പെട്ട ബർത്ത്ഡേ ഇന്നാകയാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ശബത്തിൽ അവർക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ അനേക കർത്താവെ സമർപ്പണം ചെയ്യുന്നതിന് ഒരു അവസരം നൽകിയതുകൊണ്ട് തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയ മക്കളൊക്കെയും പൂർണ്ണമായും കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾ അനേക കർത്താവെ ദീർഘായുസുള്ളവരും ജീവനുള്ള ദൈവത്തെ സത്യദ്രോഹാത്മാവ് ആരാധിക്കുന്നവരും കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ വഴികളിൽ നടക്കുന്നവരും ദൈവാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. കാരാഗൃഹ പ്രമാണിയുടെ മാനസാന്തരത്തെ കുറിച്ച് അടിയങ്ങൾ കേട്ടു. അടിയങ്ങളെ സ്വർഗത്തിലെ ദൈവമേ, അതുപോലെ അനേകർക്ക് മാനസാന്തരത്തിനായി കർത്താവിന്റെ വചനം സംസാരിക്കുന്നതിന് അടിയങ്ങളെ വിളിച്ചു വേർതിരിച്ചതുകൊണ്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം അടിയങ്ങളെ കർത്താവിന്റെ മഹത്വത്തിനായി ഉള്ളതുപോലെ തന്നെ സംസാരിക്കുവാൻ, കർത്താവെ ഒന്നും മറച്ചു വയ്ക്കാതെ കർത്താവിന്റെ മഹത്വനായി സംസാരിപ്പാൻ കർത്താവ് അടിയങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ മന്നായുടെ ദൂത് കേട്ട ദൈവത്തിന്റെ മക്കൾ എല്ലാവരും ആശീർവദിക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. കർത്താവിന്റെ വിഷ്ണകരങ്ങളിലേക്ക് എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ആശീർവദിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബത്തിൽ അതിന്റെ പ്രാരംഭത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഈ പ്രഭാതത്തിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചു. തുടർന്നുള്ള മണിക്കൂറുകൾ കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്തുകൊണ്ട് കർത്താവിന് മഹത്വം കരയറ്റിക്കൊണ്ട് ജീവിപ്പാൻ ഏവരെയും കർത്താവ് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.